നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിൽ അവർ പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഫീൽഡിന്റെ ബ്രെഡ്ത്ത് അതിന്റെ ലെങ്തിന്റെ 3/4 ആണ്. എന്ന് വെച്ചാൽ ലെങ്ത് 4 ആണെങ്കിൽ ബ്രെഡ്ത്ത് 3 മീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് ലെങ്തും കിട്ടി ബ്രെഡ്ത്തും കിട്ടി. ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 12 മീറ്റർ സ്ക്വയർ എന്ന് ഏരിയ കിട്ടും. പക്ഷെ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നു ഏരിയ 12 മീറ്റർ സ്ക്വയർ അല്ല, അത് 768 മീറ്റർ സ്ക്വയർ ആണ്. എന്ന് വെച്ചാൽ 12 മീറ്റർ സ്ക്വയറിന്റെ ആക്ച്വൽ വാല്യൂ ആണ് 768 മീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ സ്ക്വയർ എന്തായിരിക്കും? 768 ഡിവൈഡഡ് ബൈ 12 64 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ശ്രദ്ധിക്കൂ, 1 മീറ്റർ സ്ക്വയർ ആണ് 64 മീറ്റർ സ്ക്വയർ. അപ്പോ 1 മീറ്റർ എന്തായിരിക്കും? √64 ആയിരിക്കും. അത് 8 മീറ്റർ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ എന്നാണ് ക്വസ്റ്റ്യൻ. ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ഡിഫറൻസ് 1 മീറ്റർ ആണ്. ആ 1 മീറ്ററിന്റെ ആക്ച്വൽ വാല്യൂ 8 മീറ്റർ ആണ്. സോ ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ഡിഫറൻസ് 8 മീറ്റർ.